കാരണം ഈ ഖബറിലൂടെ ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് കടന്നുപോയതാണ്. അപ്പോൾ സ്വലാത്ത് നമുക്ക് എല്ലായിടത്തും രക്ഷയാണ്. നമ്മൾ വിചാരിക്കും മരണ വീട്ടിൽ സ്വലാത്തോ മരണ വീട്ടിൽ ബുറുദയോ എന്നൊക്കെ വിചാരിക്കും. ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അലവി ബിൻ അബ്ബാസ് അൽ മാലിക്കി എന്ന മഹാനവറുകൾ വഫാത്തായപ്പോ അവിടുന്ന് ജനാസ ഉയർത്തുന്നത് മുതൽ വലിയ ബുറുദയാണ്. മഹാനവറുകളെ കുറിച്ച് മക്ക ഡെയിലി ന്യൂസ് പേപ്പറിൽ എഴുതിയത് അറിയോ? വഖദ് നതഖ ബിശ്ശഹാദതൈനി, ബഹുമാനപ്പെട്ടവർ രണ്ട് കലിമയും ഉറക്കെ ചൊല്ലി ഖബല സുഊദി റൂഹിഹി ഇലർ റഹ്മാൻ, മഹാനവറുകളുടെ ആത്മാവ് അല്ലാഹുവിലേക്ക് ഉയരുന്നതിന് മുമ്പ് കലിമ ഉറക്കെ ചൊല്ലിക്കൊണ്ടാണ് അബ്ബാസ് മാലിക്കി എന്നവർ വഫാത്തായത് എന്ന് അവിടുത്തെ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു ജന്നത്തുൽ മുഅല്ലയിൽ മഹാനവറുകൾ ഖബറടക്കപ്പെട്ടു. ബൈന തക്ബീരി വത്തഹ്ലീൽ, തക്ബീറും തഹ്ലീലും ഒക്കെ ചൊല്ലി മക്കത്തെ ജന്നത്തുൽ മുഅല്ലയിൽ മഹാനവറുകളെ മഹാന്മാരുടെ അവരുടെ വലിയുമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് ഖബറടക്കി എന്ന് പത്രം വരെ റിപ്പോർട്ട് ചെയ്യുകയാണ്. അന്നവിടെ കൂടിയ ആളുകളെ എനിക്ക് പിന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ സോഷ്യൽ മീഡിയകൾ ഉള്ള കാലമായതുകൊണ്ട് അപ്പോഴേ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്കൊക്കെ കാണാനും കഴിഞ്ഞിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും സ്വലാത്തും ലോകത്ത് മുഴുവനും പ്രചരിപ്പിച്ച കാരണത്താൽ അബ്ബാസ് മാലിക്കി തങ്ങൾക്ക് മക്കയിൽ കിട്ടിയ വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലെ ജനാസ പരിചരണം ബഹുമാനപ്പെട്ട നമ്മുടെ ഒക്കെ നേതാവ് സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകൾ അന്നവിടെ എത്തുകയും ജനാസ നിസ്കരിക്കാൻ ഒരു സംഘത്തിൽ ഇമാമായി നിൽക്കുകയും അവിടുത്തെ ഖബറടക്കൽ കർമ്മത്തിൽ കൂടുകയും ദുആ ചെയ്യുകയും ഒക്കെ ചെയ്തത് ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ്. അല്ലാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നാഫിആയ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഒക്കെ ഖൽബിൽ മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. ഈ സ്വലാത്തിന്റെ മജ്ലിസ് ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടമുള്ള മജ്ലിസായി അല്ലാഹു ജല്ല ജലാലുഹു നിലനിർത്തി തരട്ടെ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന മഹാന്മാരായ സാദാത്തുക്കൾക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ.